ടിഎംസിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരും. 10 മന്ത്രിമാരെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 മിനിസ്റ്റേഴ്സ്, വാട്ട് എവർ MPs യു റിക്വയർഡ്, യു ഗീവ് മീ ദ ഡീറ്റെയിൽസ്. കേരളത്തിൽ പരിചിതമായ രാജ്യത്തിന്റെ പാർലമെന്റിൽ അതിശക്തമായി സംസാരിക്കുന്ന എംപിമാരുണ്ട്. അവർ വരും പ്രചരണത്തിന്. ദേ ആർ റെഡി ടു സപ്പോർട്ട് അസ്. ഇതൊക്കെ നിൽക്കുമ്പോഴും എന്താ അറിയോ, നമ്മൾ ലക്ഷ്യം വെച്ചൊരു സംഗതിയുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടി നീങ്ങുക. അപ്പൊ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇനി സംസാരിക്കാനുള്ളത് ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനോടും കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാര് എന്നെ ബന്ധപ്പെടുന്നുണ്ട്. ഞാനിത് പ്രചരിപ്പിക്കാൻ പോലില്ല. ബഹുമാനപ്പെട്ട K. സുധാകരൻ മിനിയാന്നി കണ്ട വിവരം ഞാൻ നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല നിരന്തരമായി ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ നോക്കൂ നിങ്ങൾ, കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീണ്, KPCC ജനറൽ സെക്രട്ടറി ജയന്ത്, CMPയുടെ നേതാവ് നമ്മുടെ MVR ഹോസ്പിറ്റലിന്റെ ചെയർമാനായ ദാസേട്ടൻ ഇന്നലെ ഇവിടെ വന്നല്ലോ ഉച്ചക്ക്, നിങ്ങൾ കണ്ടതാണല്ലോ. അവർക്ക് എന്തിനാ വരുന്നത്? അവർക്ക് എന്താ പറയാ, ആ കോൺഗ്രസിനോടുള്ള സ്നേഹവും വ്യക്തിപരമായി എന്നോടുള്ള ബന്ധവും UDF ഇവിടെ വരണമെന്നുള്ള താല്പര്യത്തിലാണ് വരുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. പ്രവീൺ ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ DCC ഓഫീസാണ്. നിങ്ങൾ കണ്ടതാണല്ലോ. നിങ്ങൾ 5-8,000 കോടി രൂപ കോൺഗ്രസുകാരിൽ നിന്നും ജനങ്ങളിൽ നിന്നും പിരിച്ച് ഇങ്ങനെ ഒരു DCC ഓഫീസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്ത ജനകീയനായ നേതാവാ. ജനങ്ങളുടെ ഇടയിൽ ജയിക്കുന്നവനാ. ഒപ്പത്തിനൊപ്പം ജയന്തുണ്ട്, KPCC ജനറൽ സെക്രട്ടറി. ഇവരൊക്കെ വർക്ക് ഇവർ വന്നു പോയി. നമ്മൾ വല്ലതും പറഞ്ഞോ? അവർ സുഹൃത്ത് സംഭാഷണത്തിൽ വന്ന K. മുരളീധരൻ 10 വട്ടം എന്നെ വിളിച്ചിട്ടുണ്ട്. പാവം, നിങ്ങൾ സൈക്കി, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇന്നലെ 2 പ്രാവശ്യം കണ്ടു. ഞാൻ വൈകുന്നേരം വഹാബ് MPയുടെ വീട്ടിൽ വെച്ച് കണ്ടു. പ്രയാസമുണ്ട് അവരിത് പറയുമ്പോ. നമുക്ക് എന്ത് ചെയ്യും? അപ്പോ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനെ കൂടി കണ്ട് സംസാരിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ നോക്കും. മുസ്ലിം ലീഗ് ലീഡർഷിപ്പിനോട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പരിഹാരം, മാന്യതയൊന്നും വേണ്ട. നമ്മൾ അഴിച്ചുവിട്ട മുണ്ടും ഷർട്ടൊക്കെ ഉണ്ടല്ലോ, നഗ്നനായി നടക്കാണല്ലോ PV എന്ന്. അതൊന്നും ഉടുക്കാൻ അപ്പൊ നോക്കാം നമുക്ക്. അല്ല, ഈ കാര്യമൊക്കെ പറഞ്ഞില്ലേ എന്റെ പൊന്നരുണെ, കത്തടക്കം കൊടുത്തില്ലേ? നീ എന്താ നിലപാട് വ്യക്തമാക്കാൻ എന്താ ബാക്കി? ഞാൻ മലയാളമല്ല ഈ പറഞ്ഞത്. മുന്നണിയിലെടുക്കണമെന്നുള്ള നിലപാടിൽ മുന്നോട്ട് പോകണം. ഏത് മുന്നണിയില്? അതിനല്ല കത്ത് കൊടുത്ത് കാത്തു നിൽക്കണം മാഷേ. രമേശ് വിളിക്കുന്നു, സുധാകരൻ വിളിക്കുന്നു, അവരൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നു. പക്ഷെ VD സതീശൻ മാത്രം താങ്കളെ ബന്ധപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്കൾ പലതവണ അദ്ദേഹത്തെ ഞാനൊന്ന് ചോദിക്കട്ടെ. അദ്ദേഹത്തെ ആണല്ലോ UDF ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്നോട് സംസാരിക്കാൻ. അപ്പം എന്നോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ച കാര്യം പുറത്തു പറയണ്ടേ? അതിനാണ് അദ്ദേഹത്തെ ഡിക്ലെയർ ചെയ്യാനുള്ള അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. ഈ നിമിഷം വരെ ഇല്ലല്ലോ.